CCTV ദൃശ്യങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന അച്ചു ഇനിയൊരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. എല്ലാ തെളിവുകളും നിങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് കീഴടങ്ങുന്നതാണ് നല്ലത്. എന്നാൽ ചന്ദ്ര അതിന് തയ്യാറാകാതെ നിൽക്കുകയാണ്. ഇതോടെ ഇനി ഞങ്ങൾ ബലം പ്രയോഗിക്കും എന്ന് അച്ചു തുറന്നടിക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അവിടേക്ക് എത്തുന്ന വിജയ് ശങ്കർ, ഞാൻ എന്തായാലും ഇതിനൊരു തീരുമാനമുണ്ടാക്കാം. അച്ചു, നീ തൽക്കാലത്തേക്ക് മടങ്ങിപ്പോ. അറസ്റ്റിൻ്റെ കാര്യമല്ലേ, നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാം. ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഇത് വിജയ് ശങ്കർ നൽകുന്ന ഉറപ്പാണ്. അച്ചു തിരികെ പോകണം. ഇത് കേട്ടതിനെ തുടർന്ന്, ശരി, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന്. പക്ഷേ ഇത് എന്നും സംഭവിക്കണമെന്നില്ല. പിന്നെ ഈ കേസ് എത്രയും പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ മുകളിൽ നിന്നുള്ള ഓർഡർ, അറിയാമല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്താൽ ശരിയാകും എന്ന് പറഞ്ഞ് അച്ചു പോയിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന വിജയ് ശങ്കർ ചന്ദ്രയോട് കതക് തുറക്കാൻ ആവശ്യപ്പെടുന്നു. ചന്ദ്ര, നീ പെട്ടുപോയിരിക്കുകയാണ്. തെളിവുകളെല്ലാം നിനക്കെതിരെ. അതുകൊണ്ട് തന്നെ ഇനി ഈ കേസുമായി മുന്നിലേക്ക് പോയാൽ അറസ്റ്റിലാകുന്നത് മറ്റാരുമല്ല, നീ തന്നെയായിരിക്കും. വിജയേട്ടാ, എന്നെ രക്ഷിക്കണം. എന്തെങ്കിലും ചെയ്തിട്ട് എന്നെ രക്ഷിക്കണം. എനിക്ക് ജയിലിൽ പോവണ്ട. എനിക്ക് മനസ്സിലായി. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ചന്ദ്രേ. പ്രത്യേകിച്ച് ഇത്രയധികം ഒപ്പിച്ച സ്ഥിതിക്ക്. ഇനി ഈ കേസിൽ നിന്ന് ഊരിപ്പോരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പറയൂ വിജയേട്ടാ, നമുക്കങ്ങനെ ചെയ്യാം. എന്താണ് അത്? മറ്റൊന്നുമല്ല, നമ്മൾ ഈ കേസ് പിൻവലിച്ചേ മതിയാകൂ. അതിനുവേണ്ടി ആ ബാങ്കിലെ മാനേജരെ ഫോൺ ചെയ്യേ. എന്നിട്ട് കേസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നീ അകത്തു പോകും. എനിക്കൊന്നും ചെയ്യാനും സാധിക്കുകയില്ല. വിജയേട്ടാ, പറയുന്നത് കേൾക്ക്. ശരി എന്ന് പറയുന്ന ചന്ദ്ര ലാലിയെ വിളിക്കുകയാണ്. ലാലി, കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. എന്ത്? എന്നെ അറസ്റ്റ് ചെയ്യാൻ അച്ചു ഇവിടെ വന്നിരുന്നു. ഇനി എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ലാലിയുടെ സഹായം കൂടിയേ തീരൂ. ഈ കേസ് പിൻവലിക്കണം. അത് അത്ര എളുപ്പമല്ല. അങ്ങനെ പറയല്ലേ ലാലി. ഞാൻ ജയിലിൽ പോകുന്ന കാര്യമാണ്. അതാണ്. എന്നെ രക്ഷിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് കരയുകയാണ് ഇപ്പോൾ ചന്ദ്ര. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.